വൃക്കത്തട്ടിപ്പിന് പിന്നാലെ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഇടനിലക്കാരനൊളിവിൽ ഇടനിലക്കാരനും കൂട്ടാളികളുമടക്കം 4 പേർക്കെതിരെയാണ് മരട് പനങ്ങാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നഗ്നദൃശ്യങ്ങൾ പകർത്തിയത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവയവ കച്ചവടത്തിന്റെ ഭാഗമാക്കിയെന്ന് യുവതി ജനം ടിവിയോട് വെളിപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. കൊച്ചിൻ ജിജീഷ്, ഇടനിലക്കാരനും കൂട്ടാളികളുമടക്കം 4 പേർക്കെതിരെയാണ് ഇപ്പോൾ മരട് പനങ്ങാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് അന്വേഷണം, മറ്റ് നടപടിക്രമങ്ങളും. യുടെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ യുവതി അടക്കം നടത്തിയിട്ടുള്ള ഇരകൾ നടത്തിയ വെളിപ്പെടുത്തലുകളിലെല്ലാം പരാമർശിക്കപ്പെട്ട ആളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉള്ള ഒപ്പം തന്നെ അന്വേഷണത്തെ നേരിടുന്നത്. ഒപ്പം 4 പേരെ കൂടി പങ്കാളികളായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേർ കൂടി പങ്കാളിയായിട്ടുണ്ട്. യുവതി പറയുന്നത് അനുസരിച്ച് 2018 മുതൽ ഇത്തരത്തിൽ താൻ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. 2023 വരെ പല നഗ്നദൃശ്യങ്ങൾ പകർത്തിയും ഒപ്പം തന്നെ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയും എല്ലാം പീഡനം തുടർന്നതായിട്ടാണ് ഇത് യുവതി വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതിയാണ് പനങ്ങാട് പോലീസ് ആദ്യം പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കടന്നിരുന്നില്ല. പിന്നീട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായി തന്നെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് ഇതുമായി കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നത്. ഷാജിയാണ് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ഒപ്പം തന്നെ നഗ്നദൃശ്യങ്ങൾ പകർത്തുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തത് എന്നാണ് യുവതി പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഷാജിയുടെ കൂട്ടാളികളായ യുവതി ഉൾപ്പെടെ മറ്റ് 3 പേർക്കെതിരെ കൂടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കേരളം ഞെട്ടുന്ന അല്ലെങ്കിൽ ഞെട്ടിയ ഒരു സാഹചര്യം, കാരണം അത്രത്തോളം ഗൗരവത്തോടെ വിലയിരുത്തേണ്ട ഒരു വാർത്തയാണ് ജനം ടിവി പുറത്തുവിട്ടത്. കാരണം ആതുരാലയങ്ങളുടെ മറവിലാണ്, ആതുരാലയങ്ങളുടെ പേരിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മാഫിയ തഴച്ചു വളരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെ പോലീസിൻ്റെ ഇടപെടൽ ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 4 പേർക്കെതിരെ മരട് പനങ്ങാട് പോലീസ് കേസെടുത്തത്. ഇത് ഏജന്റുമാരിൽ ഒതുങ്ങുന്നില്ല. ഇവിടെ ആശുപത്രി മാനേജ്മെൻറ്റ് പ്രതിക്കൂട്ടിലാകുന്നു, ഉന്നതർ പ്രതിക്കൂട്ടിലാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണ പുരോഗതിയെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? കെ പി, ഒരു കാര്യം വ്യക്തമാണ്, തുടക്കം മുതൽ തന്നെ കാര്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. കാരണം ഈ പ്രതികൾ എല്ലാവരും തന്നെ ഈ ലേക്ക് ഷോർ ആശുപത്രി പരിസരത്ത് അടക്കം അല്ലെങ്കിൽ വിവിധ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ പരിസരങ്ങളിൽ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം നടത്തുന്ന ആളുകളാണ്. അവയവ കച്ചവടത്തിന്റെ ദല്ലാൾമാരായി പ്രവർത്തിക്കുന്ന, ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇതിൽ ആരോപിക്കപ്പെട്ട ആളുകൾ. ഈ യുവതി പറയുന്നത് അനുസരിച്ച് തന്നെയും ഇത്തരത്തിൽ ഈ സംഘത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കാര്യം സംസാരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേക്ക് ഷോർ ആശുപത്രിക്ക് സമീപത്തുള്ള ലോഡ്ജിലേക്ക് തന്നോട് ചെല്ലാൻ പറയുന്നത്. ആ ലോഡ്ജിലെത്തിയപ്പോൾ ഈ പരാതി പറഞ്ഞിരിക്കുന്ന ഇടനിലക്കാരനായ ഷാജി അവിടെ മദ്യപിച്ച് ഇരിക്കുകയായിരുന്നു. അയാൾ ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കാര്യമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ മറ്റ് 3 പേർ ചേർന്ന് പകർത്തുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം, മൊബൈൽ ഫോണിൽ പകർത്തിയതിനു ശേഷം ഇത് കാണിച്ചാണ് പിന്നീട് ഭീഷണി തുടരുകയും ചെയ്തത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ തുടർന്ന് ഈ പ്രതികൾക്കായുള്ള അന്വേഷണം കാര്യക്ഷമമായി നടന്നിരുന്നില്ല. എന്നാൽ യുവതിയുടെ വെളിപ്പെടുത്തൽ ജനം ടിവി പുറത്തുവിടുകയും ഇത്തരത്തിൽ വലിയ തോതിൽ അവയവ കച്ചവട മാഫിയ സജീവമാകുന്നു എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരികയും യുവതിയുടെ പരാതി ശക്തമായി തന്നെ നിലനിൽക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് തുടർ നടപടിയിലേക്ക് കടക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം എത്തിയിട്ടും ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടും വെളിപ്പെടുത്തൽ ഉയർന്നിട്ടും മാധ്യമ വാർത്തകൾ ഉണ്ടായിട്ടും ജനം ടി വി വാർത്തയിലൂടെ പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടും നമ്മുടെ ആരോഗ്യ വിഭാഗം ഒരു കൃത്യമായ ഇടപെടൽ ഇതുവരെയും നടത്തിയിട്ടില്ല എന്നത് വമ്പന്മാർക്ക് മുന്നിൽ അവരുടെ സമീപനം എന്താണ് എന്നത് കൃത്യമായും വ്യക്തമായും വെളിവാക്കുന്നത് കൂടിയാണല്ലേ. ആ രീതിയിൽ നോക്കുമ്പോൾ പോലീസിൻ്റെ അന്വേഷണം അതെത്രത്തോളം ഒരു ഇടപെടൽ ഉണ്ടാകും, നടപടികൾ ഉണ്ടാകും എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ നമുക്കതിനെ തള്ളിക്കളയാനും കഴിയില്ല അല്ലേ?
തീർച്ചയായും കെ പി, ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിരിക്കുന്ന ആശുപത്രികൾ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു നയം തന്നെയാണ് ഇവിടെ സംസ്ഥാന ആരോഗ്യവകുപ്പും സർക്കാർ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ പ്രധാനപ്പെട്ട ചില പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട യുവതി അടക്കം നമ്മളോട് വെളിപ്പെടുത്തിയ നിർണായകമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് മനഃപൂർവ്വം തന്നെ അവയവ കച്ചവട സംഘത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചു. ലക്ഷോറിൽ നിന്നാണ് അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. ജോലിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഒരു അവയവ കച്ചവട റാക്കറ്റിലെ ഒരാളെ കൊണ്ട് തന്നെ ഷൈൻ എന്ന ഒരാളെ കൊണ്ട് പരാതി എഴുതിപ്പിക്കുന്നു. ആ പരാതി എഴുതിച്ചതിന് ശേഷം ബാക്കി നീക്കങ്ങളെല്ലാം ആശുപത്രി അധികൃതർ നടത്തുന്നു. അവിടെ യുവതി ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആശുപത്രിക്കും ഈ ഇടനിലക്കാർക്കും തമ്മിൽ എന്താണ് ബന്ധം, അവരെന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഇടനിലക്കാരനെ കൊണ്ട് പരാതി എഴുതിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പോലീസ് അന്വേഷണം നേരിടുന്ന ആളുകൾ അടക്കമുള്ള ആളെ കൊണ്ട് തനിക്കെതിരെ ഒരു പരാതി എഴുതിക്കുകയും അതിനുശേഷം തന്നെ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്ന പ്രസക്തമായ ചോദ്യമാണ്. സ്വാഭാവികമായും മറ്റ് വിവിധ അന്വേഷണങ്ങളും നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പ് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം കൃത്യമായി നടത്തണം. കാരണം അവയവ കച്ചവടം വ്യാപകമാണ് എന്നും അവയവ കച്ചവട മാഫിയ ശക്തമാണ് എന്നും എല്ലാമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് മൃതസഞ്ജീവനി അടക്കമുള്ള പദ്ധതികളെ മറികടന്നുകൊണ്ട് ഇക്കാര്യത്തിൽ എന്ത് നീക്കങ്ങളാണ് അല്ലെങ്കിൽ എന്ത് നടപടികളാണ് ആശുപത്രികൾ നടത്തുന്നത് എന്നും അവയവ കച്ചവടത്തിൽ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വഹിക്കുന്ന പങ്കാളിത്തം എന്താണ് എന്നതെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടേണ്ട സർക്കാർ സംവിധാനങ്ങളാണ് അത്തരം യാതൊരു നീക്കങ്ങളും ഇവിടെ നടത്താതെ കൃത്യമായി തന്നെ ഇതിനെ എല്ലാം കുടപിടിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് ലക്ഷോർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അടക്കം മുന്നോട്ട് പോകണം. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഈ അവയവ കച്ചവട മാഫിയ ഈ ആശുപത്രികളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൽ ആശുപത്രിക്കാരിൽ നിന്ന് എന്ത് സഹായമാണ് ലഭിക്കുന്നത്, എന്തിനാണ് അവിടെയുള്ള ഡോക്ടർമാരും ജീവനക്കാരും അടക്കം ഈ കരൾദാനത്തിനാണെങ്കിലും മറ്റ് വൃക്ക വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആണെങ്കിലും തന്നെ ഈ ഇടനിലക്കാരുടെ സഹായം എന്തിന് തേടുന്നു? കാരണം നിയമവിരുദ്ധമാണ് ഈ നീക്കങ്ങളെന്നും രാജ്യത്തുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ പ്രവർത്തനങ്ങളെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് കൂട്ടുപിടിക്കുന്നത് എന്തിന് എന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. സ്വാഭാവികമായും നേരത്തെ തന്നെ വിവിധ ആരോപണങ്ങൾ ശക്തമായി നിലനിന്നിട്ടുള്ള ആശുപത്രികൾക്കെതിരെ പോലും ചെറുവിരൽ അണയ്ക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ചില അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നതിനപ്പുറം കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാറുമില്ല. മാത്രമല്ല ക്രൈംബ്രാഞ്ച് തന്നെ ഇക്കാര്യത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില റിപ്പോർട്ടുകൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിരുന്നു, DGPക്ക് സമർപ്പിച്ചിരുന്നു. അങ്ങനെ 2020 സമർപ്പിച്ച ആ റിപ്പോർട്ടുകൾ പോലും പൂഴ്ത്തിവെക്കുന്ന ഒരു നടപടിയിലേക്കാണ് സർക്കാർ മാറിയത്. ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിനും ഇവിടെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനും നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വകുപ്പ് തലത്തിലുള്ള ഒരു അന്വേഷണം ഇതിൽ പ്രഖ്യാപിക്കാൻ കഴിയും. എങ്ങനെയാണ് ഈ അവയവ കച്ചവട മാഫിയ പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ചും ആശുപത്രി അധികൃതർ ഏതെങ്കിലും തരത്തിൽ അത് ബന്ധപ്പെടുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് ഈ ആരോഗ്യ മേഖലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് അന്വേഷണം നടത്തിക്കാനും അതിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാനും പോലീസിനടക്കം ഈ റിപ്പോർട്ട് കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോകാനും എല്ലാം ആരോഗ്യ വകുപ്പിനും കഴിയുകയും ചെയ്യും. എന്നാൽ ആരോഗ്യ വകുപ്പ് അത്തരത്തിൽ നടപടികളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. അത് തന്നെയാണ് ജിജേഷ് ഏറ്റവും ശ്രദ്ധേയമാകുന്ന വസ്തുതയും. എന്തുകൊണ്ട് ഈ വമ്പന്മാർക്ക് മുന്നിൽ ഈ ആരോഗ്യവകുപ്പിന്റെ നടപടികൾ ഉണ്ടാകുന്നില്ല, ഒരു അന്വേഷണം നടക്കുന്നില്ല, ഒരു ഇടപെടൽ നടക്കുന്നില്ല? അതിൻ്റെ ഉത്തരമാണ് നമുക്കിനി വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും കണ്ടറിയേണ്ടത്. ഏതായാലും സാധാരണക്കാരൻ്റെ ജീവന് ഒരു പുല്ലുവിലയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ കൽപ്പിക്കുന്നത് എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാവുകയാണ് നിലവിലെ സാഹചര്യം. ഏതായാലും ഈ പരാതിയിൽ വൃക്കത്തട്ടിപ്പിന് പിന്നാലെ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഇടനിലക്കാരൻ ഒളിവിലായിട്ടുണ്ട്. ഇടനിലക്കാരനും കൂട്ടാളികളുമടക്കം 4 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.